ഈ ഫസ്റ്റ് ഡേയിൽ ശമ്പളം കിട്ടുന്നവർക്ക് പോലും പൂർണ്ണമായി ഇന്നിപ്പോൾ 4-ാം തീയതി ആയിട്ടും പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തിട്ടില്ല. ശമ്പളം മാറിയതായിട്ട് നമ്മൾ സ്പാർക്കിൽ നോക്കുമ്പോൾ ശമ്പളം മാറിയതായിട്ട് കാണിക്കുന്നുണ്ട്, നമ്മുടെ മെസ്സേജൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല. അപ്പോൾ അതുപോലും പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തിട്ടില്ല. എനിക്ക് ശ്രീമതി മേരി ജോർജ് പറഞ്ഞതിനോട് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. ചെറുതല്ല, കടുത്ത വിയോജിപ്പ് തന്നെ ഉണ്ട്. അതുകൂടെ ബഹുമാനപ്പെട്ട മേരി ജോർജ് ഉള്ളപ്പോഴും അതുകൂടെ പറയേണ്ടിയിരിക്കുന്നു. 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി വന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 2019 മുതൽ നടപ്പിലാക്കിയ 11ാം ശമ്പള പരിഷ്കരണം, ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വെറും 10% വർധനവ് മാത്രമാണ് ജീവനക്കാർക്ക് ലഭിച്ചത്. അതായത് ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണങ്ങളിലുണ്ടായിരുന്ന 12%, അത് 10%-ആയി വെട്ടിക്കുറച്ച് ആ കേവലം 10%, അതായത് അന്ന് 25,000 രൂപ അടിസ്ഥാന ശമ്പളം ഉണ്ടായിരുന്നത്. 25,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നൊരു LD ക്ലർക്കിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ 19,000 രൂപയാണ്. അപ്പോൾ ഒരു 8-10 വർഷം സർവീസുള്ള ഒരു LD ക്ലർക്കിന് ലഭിച്ചുകൊണ്ടിരുന്ന 25,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആളിന് പോലും 2,500 രൂപയുടെ മാറ്റം മാത്രമാണ് ശമ്പളത്തിൻ്റെ ഭാഗമായി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. 28% ക്ഷാമബത്ത 2019 ജൂൺ 30 വരെയുള്ള ക്ഷാമബത്ത കൂടി മെർജ് ചെയ്തുകൊണ്ടാണ് ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. 2019-ലും 2018-ലും ലഭിക്കേണ്ട ക്ഷാമബത്ത കൂടി 2019 തന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായി നോക്കുമ്പോൾ ചിലപ്പോൾ ചിലവ് കൂടിയിട്ടുണ്ടാകും, പക്ഷേ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമല്ല അത്. ഇപ്പോഴും സർക്കാർ ജീവനക്കാർക്ക് 21% ക്ഷാമബത്ത കുടിശ്ശികയാണ്. 2020 ജൂലൈ മാസത്തിൽ അനുവദിച്ച 7% ക്ഷാമബത്ത മാത്രമാണ് ഇപ്പോഴും ജീവനക്കാർക്ക് ലഭിക്കുന്നത്. വിലക്കയറ്റത്തിന് ആനുപാതികമായി ലഭിക്കേണ്ട ക്ഷാമബത്തയാണ്. 2020 ജൂലൈക്ക് ശേഷം ഏതാണ്ട് 3.5 വർഷമായി ഇതുവരെ വിലക്കയറ്റം, അന്നത്തെ ഓരോ സാധനങ്ങളുടെ വില സർക്കാർ മേഖലയിൽ തന്നെ എല്ലാ കാര്യത്തിനും, വെള്ളത്തിനും വൈദ്യുതിക്കും അതുപോലെ തന്നെ ബസ് ചാർജും പാലിനും എല്ലാത്തിനും വില വർദ്ധിച്ചു. ഈ 3.5 വർഷം മുമ്പ് വാങ്ങിച്ച ശമ്പളം മാത്രമാണ് ഇപ്പോഴും ജീവനക്കാർക്ക് ലഭിക്കുന്നത്. ഈ 21% ക്ഷാമബത്ത അതാത് വർഷങ്ങളിൽ ലഭിക്കേണ്ടതാണ്. 2021-ൽ 5% ക്ഷാമബത്ത ലഭിക്കേണ്ടതാണ്. അത് അന്ന് 5% സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ് മാറ്റിവെച്ചപ്പോൾ അടുത്ത വർഷമായപ്പോൾ വീണ്ടും അത് 10%-ആയിട്ട് മാറി. ഇപ്പോൾ 21% കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക ഒരുമിച്ച് ഈ വർഷം തരികയാണെങ്കിൽ ഈ വർഷത്തെ ശമ്പള ചെലവിലാണ് അതിൻ്റെ വർധനവ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കാലാകാലങ്ങളിൽ യഥാസമയം നൽകേണ്ട ക്ഷാമബത്ത അത് തരാതെ കൂട്ടിവെച്ചുകൊണ്ട് അത് എപ്പോഴെങ്കിലും തരുമ്പോൾ ആ വർഷത്തെ ശമ്പളം കൂടിപ്പോയി, ആ ശമ്പള ചെലവ് വർദ്ധിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു കാരണവുമില്ല. 2019-ലാണ് ഈ ക്ഷാമബത്ത 15% അനുവദിച്ചത്. അതുകൊണ്ടാണ് ആ വർഷം കൂടുതൽ ചെലവ് വന്നത്, ശമ്പള ചെലവ്. അതുപോലെ തന്നെ ശ്രീമതി മേരി ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന, ഞാൻ പല ചർച്ചകളിലും കണ്ടിട്ടുണ്ട്, ഒരു കാര്യമെന്ന് പറയുന്നത് 2020-21 അപേക്ഷിച്ച് 21-22 ശമ്പള ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. ശ്രീമതി മേരി ജോർജ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധന്മാരും അതിലെ സാധാരണക്കാരും മനസ്സിലാക്കേണ്ടത് 2020-21 കാലഘട്ടത്തിൽ കോവിഡ് സമയമായിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് 11 മാസം ശമ്പളം മാത്രമേ തന്നുള്ളൂ. 1 മാസത്തെ ശമ്പളം അവരിൽ നിന്ന് പിടിച്ചെടുത്തു, മാറ്റിവെച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് 12 മാസം പകരം 11 മാസം ശമ്പളം മാത്രമേ തന്നുള്ളൂ. ആ ശമ്പളം തിരിച്ചു തന്നത് 2021-22-ലാണ്. അതുകൊണ്ട് 5,400 കോടി രൂപ ആ ഒറ്റ ഇനത്തിൽ തന്നെ, അതായത് 2020-21-ൽ 11 മാസത്തെ ശമ്പളം കൊടുത്ത സ്ഥാനത്ത് 21-22 ആയപ്പോൾ 13 മാസത്തെ ശമ്പളം കൊടുക്കേണ്ടി വന്നു. അത് ജീവനക്കാരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ചെലവ് കൂടിയതാണ്. ജീവനക്കാർക്ക് തരേണ്ട സമയത്ത് തരേണ്ട ആനുകൂല്യങ്ങൾ തരാതെ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരുമിച്ച് തരുമ്പോഴാണ് ഇത്തരം ബാധ്യതകൾ ചെലവിൽ കൂടിയതായി നമുക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം 2021-22 ശേഷമുള്ള സമ്പത്തിൻ്റെ ഈ നമ്മുടെ ശമ്പള ചെലവ് പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര വർധനവ് വന്നിട്ടുണ്ട്. അതായത് 2016-17 കാലഘട്ടത്തിലൊക്കെ 52% ശമ്പളവും പെൻഷൻ്റെ ചിലവ്. ഇപ്പോൾ കുറഞ്ഞു 42%-ലേക്ക് കുറഞ്ഞു റവന്യൂ വരവിൻ്റെ. അപ്പോൾ ശമ്പള ചെലവ് കാലാനുസൃതമായി കുറഞ്ഞാണ് വരുന്നത്. നമ്മുടെ വരവിനനുസരിച്ച് ശമ്പള ചെലവ് കൂടുന്നില്ല, കാരണം അതിനനുസരിച്ച് ശമ്പളം തരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2020 ജൂലൈ മാസത്തിൽ ലഭിച്ച ശമ്പളമാണ് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പൊതുസമൂഹം മനസ്സിലാക്കണം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഈ ശമ്പളം ഇത് വെറുതെ കൊടുക്കുന്നതല്ല. ഈ ശമ്പളം ഈ പൊതുവിപണിയിൽ കിടന്ന് കറങ്ങേണ്ടതാണ്. കേരളത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ, പലചരക്ക് കടയിൽ ഉൾപ്പെടെ, പച്ചക്കറി മാർക്കറ്റിൽ ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ടതോ അവരുടെ ജീവിതമാർഗമായിട്ട് മാറേണ്ടതാണ് ഈ ശമ്പളം. KSRTC ജീവനക്കാർക്ക് ഇതിനു മുമ്പ് ഇതിന് സമാനമായ ഒരു സാഹചര്യമുണ്ടായി.
അന്ന് മുഖ്യമന്ത്രി ആദ്യത്തെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് KSRTC ജീവനക്കാർക്ക് കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ശമ്പളം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്താ? KSRTC വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല, അന്ന് 180 കോടി രൂപ വരുമാനമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 260 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ KSRTC ജീവനക്കാരുടെ KSRTCയുടെ വരുമാനം കൂടിയിട്ടും അവർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വരുന്നെങ്കിൽ ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ്. ഇതിനെതിരെ ശമ്പളം നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ അതിശക്തമായ പോരാട്ടവുമായി കേരള NGO സംഘം, FETO സംഘടനകളും മുന്നിലുണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.